ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 14 ഡേയ്സ് ടൈം ടേബിൾ ആണ് നോക്കാൻ പോകുന്നത്. അതായത് CDS1 UPSC നടത്തുന്ന കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ 2025 CDS1 എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 14 ഡേയ്സ് ടൈം ടേബിൾ ആണ് നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനിയിപ്പം എക്സാമിന് ഒത്തിരി ടൈം ഇല്ല. അതായത് ഏപ്രിൽ 13-നാണ് എക്സാം വരുന്നത്. നമുക്ക് മാർച്ച് മാസം ഉണ്ട്, പിന്നെ ഏപ്രിൽ ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഒരു 5 ഡേയ്സേ ഉള്ളൂ, അത് കൂട്ടണ്ട. മാർച്ച് ഏപ്രിൽ ആ ഒരു മാസം നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഞാനൊരു 14 ഡേയ്സ് ടൈം ടേബിൾ വെച്ചിരിക്കുന്നത്. ഇൻക്ലൂഡിങ് റിവിഷന് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ വീക്ക്, അതായത് 1-2 ആദ്യത്തെ ഫസ്റ്റ് വീക്ക് ആൻഡ് സെക്കൻഡ് വീക്ക് എന്ത് ചെയ്യണം, ഒരു ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന്റെ സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന്റെ ഫേസ് ആണ്. ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാവരും സബ്ജക്റ്റുണ്ട് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് പഠിച്ചു പോവുക. ബേസിക്സ് തൊട്ട് എന്ത് ചെയ്യുക, പഠിച്ച് തീർക്കുക. പഠിച്ചവരാണെങ്കിലും എന്ത് ചെയ്യുക, ആ ഒരു ഫേസിൽ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഒരു ഫസ്റ്റ് ഡേ ടു 7th ഡേ വരെ എന്ത് ചെയ്യുക, ഒരു മോർണിംഗ് ഒരു 3 മണിക്കൂർ എന്ത് ചെയ്യുക, മാത്തമാറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഒരു ആഫ്റ്റർനൂൺ ഒരു 2 hours ഇംഗ്ലീഷ് പഠിക്കുക, അവിടെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറിയിൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഈവനിങ് ഒരു 3 hours GK പഠിക്കുക. പിന്നെന്താണ്, അത് കറണ്ട് അഫയേഴ്സും പഠിക്കുക, കൂടുതൽ കറണ്ട് അഫയേഴ്സ് പ്ലസ് സ്റ്റാറ്റിക് ജിക്കും കൂടെ പഠിക്കുക. പിന്നെ ഒരു നൈറ്റ് ഒരു 1 hour എന്ത് ചെയ്യുക, ഡെയിലി റിവിഷൻ നടത്തുക. അപ്പൊ നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചു, 2 8 1 9 മണിക്കൂറാണെന്ത് നമ്മൾ ആ ഒരു ദിവസം പഠിച്ചത്. മോർണിംഗ് 3 hours പഠിക്കുക, ആഫ്റ്റർനൂൺ ഒരു 2 hours പഠിക്കുക, ഈവനിങ് ഒരു 3 hours പഠിക്കുക, നൈറ്റ് ഒരു 1 hour ഡെയിലി റിവിഷൻ നടത്തുക. റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒരിക്കലും മറന്നു പോകരുത്. ഡെയിലി റിവിഷൻ നടത്തുക. അതുപോലെ തന്നെ ഒരു സൺഡേസിലൊക്കെ റിവിഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, റിവൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, സൺഡേസിലും ഒരു റിവിഷൻ പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡേ ടു 7th ഡേ നമ്മൾ എന്താ പഠിച്ചത്, മോർണിംഗ് 3 hours മാത്തമാറ്റിക്സ്, ആഫ്റ്റർനൂൺ ഒരു 2 hours ഇംഗ്ലീഷ് പഠിച്ചു, ഈവനിങ് ഒരു 3 hours GK പഠിച്ചു, ആൻഡ് നൈറ്റ് ഒരു 1 hour ഡെയിലി റിവിഷനും നടത്തി. പിന്നെ ഡേ 8 to 14 മോർണിംഗ് ഒരു 3 hours എന്ത് പഠിക്കുക, സെയിം മാത്തമാറ്റിക്സ് തന്നെ പഠിക്കുക, ആഫ്റ്റർനൂൺ ഒരു 2 hours എന്ത് പഠിക്കുക, ഇംഗ്ലീഷ് തന്നെ പഠിക്കുക. അവിടെ എന്താണ്, കോംപ്രഹെൻഷന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഈവനിങ് ഒരു 3 hours GK പഠിക്കുക. അത് എന്ത് പഠിക്കുക, ഹിസ്റ്ററി പ്ലസ് ജോഗ്രഫി എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഈ 8 തൊട്ട് 14-ാമത്തെ ദിവസം വരെ എന്ത് ചെയ്യുക, ഈ ഒരു ടൈം ടേബിളിൽ ഈ ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നൈറ്റ് ഒരു 1 hour എന്ത് ചെയ്യുക, ഡെയിലി റിവിഷന് നടത്തുക. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്കിൽ, അതായത് 1-ാമത്തെ ദിവസം തൊട്ട് 14-ാമത്തെ ദിവസം കൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു, മാത്സ് പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു. മാത്സും ഇംഗ്ലീഷും നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കുക. കറണ്ട് അഫയേഴ്സും എന്ത് ചെയ്യുക, ഡെയിലി പഠിക്കുക. പിന്നെന്താണ്, ഡെയിലി റിവിഷനും നടത്തി. പിന്നെ നമ്മൾ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് പഠിച്ചത്, ഹിസ്റ്ററി ജോഗ്രഫി നമ്മൾ പഠിച്ചു. ഇനിയുള്ളതാണ് വീക്ക് 3 ആൻഡ് വീക്ക് 4. അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അഡ്വാൻസ്ഡ് പ്രിപ്പറേഷന്റെ ടൈമാണ്. കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന ഒരു ടൈമാണ്. ഒരു 15-ാമത്തെ തൊട്ട് 21-ാമത്തെ ദിവസം വരെ എന്ത് ചെയ്യുക, സെയിം, അതായത് മോർണിംഗ് 3 hours പഠിക്കുക, ആഫ്റ്റർനൂൺ 2 hours പഠിക്കുക, ഈവനിങ് ഒരു 3 hours പഠിക്കുക, നൈറ്റ് ഒരു 1 hour പഠിക്കുക. ഇത് തന്നെയായിരിക്കും നമ്മുടെ ഒരു ഷെഡ്യൂൾ വരുന്നത്. അപ്പം അതിൽ മോർണിംഗ് എന്ത് പഠിച്ചു, മാത്തമാറ്റിക്സ് പഠിക്കുക. അതിലെന്താണ്, പ്രോബ്ലം സോൾവിങ്ങും മോക്ക് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ആഫ്റ്റർനൂൺ ഇംഗ്ലീഷ് തന്നെ പഠിക്കുക. നമ്മുടെ എറർ ഡിറ്റക്ഷൻ സ്പോട്ടിംഗ് എറർ, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. പിന്നെ ഈവനിങ് ഒരു 3 hours പൊളിറ്റി ആൻഡ് എക്കണോമി, അതായത് ഈ 15-ാമത്തെ ദിവസം തൊട്ട് 21-ാമത്തെ ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, പൊളിറ്റി പ്ലസ് എക്കണോമി കംപ്ലീറ്റ് തീർക്കുക. നമ്മൾ നേരത്തെ ജോഗ്രഫി ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തു, കവർ ചെയ്തു. അതുപോലെ തന്നെ ഈ 15-ാമത്തെ ദിവസം തൊട്ട് 21-ാമത്തെ ദിവസം വരെ ഉണ്ട്. ആ ഒരു സമയത്തിനുള്ള എന്ത് ചെയ്യുക, പൊളിറ്റി പ്ലസ് എക്കണോമി തീർക്കുക. നമുക്ക് ഡേയ്സ് കുറവാണ്, പക്ഷെ എന്ത് ചെയ്യുക, മാക്സിമം പെട്ടെന്ന് എല്ലാം തന്നെ പഠിച്ചു തീർക്കാനായിട്ട് നോക്കുക. നോട്ട്സ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഗൈഡൻസ് വേണമെന്നുള്ളവരാണെങ്കിലും എന്ത് ചെയ്യുക, സെയിം എന്നെ തന്നെ കോൺടാക്ട് ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് കൊടുക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യുക, വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി തന്നെ എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താലും മതി. പിന്നെന്താണ്, നൈറ്റ് 1 hour വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി റിവിഷൻ തന്നെ നടത്തുക. ഇപ്പൊ 15-ാമത്തെ ദിവസം തൊട്ട് 21-ാമത്തെ ദിവസത്തിൽ എന്ത് ചെയ്യുക, മോർണിംഗ് 3 hours മാത്തമാറ്റിക്സിന് വേണ്ടിയിട്ട് കൊടുക്കുക, ആഫ്റ്റർനൂൺ 2 hours ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുക, ഈവനിങ് ഒരു 3 hours GK അതായത് പൊളിറ്റി അല്ലെങ്കിൽ എക്കണോമി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നൈറ്റ് ഒരു 1 hour ഡെയിലി റിവിഷൻ നടത്തുക. കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിച്ചിരിക്കുക. ഓക്കെ, അത് ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ ഓർത്തു വെക്കുക, കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും പഠിച്ചിരിക്കുക. പിന്നെ ഡേ 22 to
28 ആണ്. 22ാമത്തെ ദിവസം തൊട്ട് 28ാമത്തെ ദിവസം വരെ എന്ത് ചെയ്യുക, നമ്മുടെ സെയിം മോർണിംഗ് 3 അവർ, ആഫ്റ്റർനൂൺ 2 അവർ, ഈവനിങ് ഒരു 3 അവർ, നൈറ്റ് 1 അവർ റിവിഷൻ. ഓക്കെ, മോർണിംഗ് 3 അവേഴ്സ് എന്ത് പഠിക്കുക, മാത്തമാറ്റിക്സ് പഠിക്കുക, എന്താണ് മോക്ക് ടെസ്റ്റുകൾ നടത്തുക, വീക്ക് ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആഫ്റ്റർനൂൺ ഒരു 2 അവേഴ്സ് ഇംഗ്ലീഷ് പഠിക്കുക, അവിടെ എന്താണ് മോക്ക് ടെസ്റ്റ് നടത്തുക, വൊക്കാബുലറി പ്രാക്ടീസ് ചെയ്യുക. ഈവനിങ് എന്ത് പഠിക്കുക, GK പഠിക്കുക, അതായത് നമ്മുടെ GKയില് സയൻസ് പ്ലസ് എൻവയോൺമെന്റ് പഠിക്കുക. നമ്മുടെ സയൻസിലാണെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഉണ്ട്, പ്രാക്ടിക്കൽ ആൻഡ് ജനറൽ സയൻസ് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ എന്താണ് എൻവയോൺമെന്റും പഠിക്കുക. 22ാമത്തെ ദിവസം തൊട്ട് 28ാമത്തെ ദിവസം വരെയാണ് എന്ത് നമ്മുടെ എൻവയോൺമെന്റും സയൻസും പഠിക്കാനായിട്ടുള്ള സമയം. ഈ ജോഗ്രഫി കവർ ചെയ്യുന്ന ടൈമിൽ തന്നെ എന്താണ് എൻവയോൺമെന്റിന്റെ കുറെ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും, പഠിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ നൈറ്റ് ഒരു 1 അവർ എന്ത് ചെയ്യുക, റിവിഷൻ നടത്തുക. അപ്പം ഫസ്റ്റ് വീക്ക് എന്താണ് പഠിച്ചത്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീക്ക് നമ്മൾ എന്താണ് പഠിച്ചത്, മാത്തമാറ്റിക്സ് ഡെയിലി പഠിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് ഡെയിലി പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുന്നുണ്ട്. പിന്നെന്താണ് സ്റ്റാറ്റിക് GK പോർഷൻ നമ്മൾ പഠിച്ചു. പിന്നെന്താണ് ഹിസ്റ്ററി, ജോഗ്രഫി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ വരുന്ന വീക്ക് 3 ആൻഡ് വീക്ക് 4 എന്താണ് പഠിച്ചത്, മാത്തമാറ്റിക്സ് ഡെയിലി പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, കറണ്ട് അഫയേഴ്സും പഠിച്ചു, അതുപോലെ തന്നെ പൊളിറ്റി എക്കണോമി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എന്താണ് സയൻസും എൻവയോൺമെന്റും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഉള്ളതാണ് വീക്ക് 5 എന്ന് പറയുന്നത്. അവിടെ എന്താണ് നമ്മൾ റിവിഷനും മോക്ക് ടെസ്റ്റിനും വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചേക്കുന്ന ഒരു ടൈമാണ് വീക്ക് 5 എന്ന് പറയുന്നത്. അതായത് 5ാമത്തെ ആഴ്ച 29ാം തീയതി തൊട്ട് 35ാം തീയതി വരെ ഒരു മോർണിംഗ് നമ്മുടെ സെയിം ഷെഡ്യൂൾ തന്നെയാണ്. മോർണിംഗ് 3 അവേഴ്സ് എന്ത് പഠിക്കുക, മാത്തമാറ്റിക്സിന്റെ റിവിഷൻ നടത്തുക, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. ആഫ്റ്റർനൂൺ ഒരു 2 അവേഴ്സ് ഇംഗ്ലീഷിന്റെ ഫുൾ റിവിഷൻ നടത്തുക, അതുപോലെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഈവനിങ് ഒരു 3 അവേഴ്സ് GKയുടെ എന്താണ് കംപ്ലീറ്റ് റിവിഷൻ നടത്തുക, അതുപോലെ തന്നെ എന്താണ് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏതൊരു എക്സാം എഴുതാനായിക്കോട്ടെ മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ട് എക്സാം എഴുതാൻ പോകാവുള്ളൂ. അതുപോലെ തന്നെ റിവിഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 4 റിവിഷൻ അതെങ്കിലും നടത്തിയിട്ട് ഏതൊരു എക്സാം എഴുതാനും പോവുക. ഡെയിലി റിവിഷൻ നടത്തുക, സൺഡേസിലുള്ള റിവിഷൻ നടത്തുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ലാസ്റ്റ് വരുന്ന ആ ഒരു ടൈം, അതായത് ഇപ്പൊ ഈ വീക്ക്ലി റിവിഷന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് 2 റിവിഷൻ എങ്കിലും എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നൈറ്റ് ഒരു 1 അവർ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ മോക്ക് ടെസ്റ്റിൽ നമ്മുടെ പെർഫോമൻസ് ഒക്കെ ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വീക്ക് 6ൽ വരുന്നത്, അതായത് ഫൈനൽ പ്രിപ്പറേഷൻ ഡേ 36 to 40 ആണ്. ആ ഒരു ടൈമിൽ നമ്മുടെ സെയിം ഷെഡ്യൂൾ അത് മാറുന്നില്ല. 3 മണിക്കൂറാണ് രാവിലെ, ആഫ്റ്റർനൂൺ ഒരു 2 അവേഴ്സ്, ഈവനിങ് ഒരു 3 അവേഴ്സ് ആൻഡ് നൈറ്റ് 1 അവർ ആണ്. മാത്തമാറ്റിക്സിന്റെ വീക്ക് ഏരിയാസിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. അതുപോലെ എന്താണ് മോക്ക് ടെസ്റ്റുകൾ നടത്തണം. സെയിം ഇംഗ്ലീഷിന്റെ ആണെങ്കിലും വീക്ക് ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ നടത്തുക. ഈവനിങ് എന്ത് ചെയ്യുക, GKയുടെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ ഒക്കെ എന്താണ് കുറച്ച് വീക്ക് ഏരിയാസ് ഉണ്ടാവില്ല, ആ ഒരു വീക്ക് ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് മോക്ക് ടെസ്റ്റുകൾ നടത്തുക. പിന്നെ എന്താണ് നൈറ്റ് 1 അവർ എന്ത് ചെയ്യുക, ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ട് ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക. ഇപ്പൊ നമുക്കറിയാലോ എന്താ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ PYQs അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയാസ്, അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ് നോക്കി വെക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കിയിട്ട് ഒരു റിവിഷൻ നടത്തുക, ഒരു ക്വിക്ക് റിവിഷൻ നടത്തുക. പിന്നെയാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, എല്ലാ വീക്കും നടത്തുക. അതായത് 3ാമത്തെ ആഴ്ച തൊട്ട് ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ എല്ലാ വീക്കും നടത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ് ഒരു സൺഡേസ് എന്തിനു വേണ്ടിയിട്ട് മാറ്റി വെക്കുക, റിവിഷൻ നടത്താനായിട്ട് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ ഒരു 30 to 45 മിനിറ്റ്സ് ഡെയിലി എന്തിനു വേണ്ടി മാറ്റി വെക്കണം, കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വീക്ക് ഏരിയാസിൽ ഫോക്കസ് ചെയ്തിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോയി. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ നടത്തുക, റിവിഷൻ നടത്തുക, പ്രിപ്പറേഷൻ മാക്സിമം എന്ത് ചെയ്യുക, ഈ ഒരു 40 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പഠിച്ചു തുടങ്ങാത്തവരും ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് എന്താ പറയാ, ഈ ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല ഇത് വെച്ച് പഠിച്ചാൽ ജയിക്കുന്നൊന്നും. പക്ഷെ എന്താണ് പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചു നോക്കുക, ട്രൈ ചെയ്യാലോ നമുക്ക്. മാക്സിമം എല്ലാവരും ഒന്ന് ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യുക, എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ എക്സാം എഴുതുന്നതിന് മുന്നേ കോൺഫിഡന്റ് ആയിരിക്കുക. ഞാൻ ഈ ഒരു എക്സാം എഴുതി ജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. എന്തെങ്കിലും നോട്ട്സോ ഗൈഡൻസോ വേണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിൽ നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് കൊടുക്കും. 2026 എക്സാം എഴുതാനുള്ളവരാണെങ്കിലും എന്ത് ചെയ്യുക, നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.